ഇവിടെ ഞാൻ റിലേ എടുത്തിട്ടുണ്ട്. നമുക്ക് റിലേയിൽ ഇപ്പോൾ കാണാം. ഇത് ജസ്റ്റ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു റിലേ ആണ്. അതുകൊണ്ട് ഇതെല്ലാം ഞാനിപ്പോൾ അഴിക്കുന്നതായിരിക്കും. അഴിച്ചിട്ട് ഞാൻ ഒന്നിന് സോൾഡർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത് ഇൻപുട്ടാണ്, അതായത് റിലേയുടെ കോയിലിന് പവർ കൊടുക്കാനുള്ള സപ്ലൈ ആണ് ഈ രണ്ട് വയർ. ഇവിടെ നമുക്ക് ഇതിൽ നെഗറ്റീവും ബാറ്ററിയുടെ നെഗറ്റീവും, അതായത് ബാറ്ററിയിൽ നമ്മുടെ പവർ സപ്ലൈയുടെ നെഗറ്റീവും ഇവിടെ സെപ്പറേറ്റ് കാണിച്ചിടാം. ഇത് പവർ സപ്ലൈയുടെ നെഗറ്റീവും ഇവിടെ പവർ സപ്ലൈയുടെ പോസിറ്റീവ് കൊടുക്കുക, അതായത് നമ്മുടെ PC പവർ സപ്ലൈയുടെ പോസിറ്റീവും കൊടുക്കുക. ഇവിടെയായിരുന്നു നമ്മുടെ ഇൻവെർട്ടറുടെ കണക്ഷൻസ് എല്ലാം കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നോക്കുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ ടോട്ടൽ നമുക്ക് 2 റിലേ ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് എടുക്കാനുള്ളത് ഈ റിലേനെയാണ്. നമുക്ക് ആദ്യം നോക്കി ഈ ഫസ്റ്റ് റിലേയുടെ കണക്ഷൻസ് എങ്ങനെ നോക്കാം. ഈ റിലേയിൽ ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ KSBയുടെ ഫേസ് ലൈനും നമ്മുടെ ഇൻവെർട്ടറുടെ ഔട്ട്പുട്ടായ ഫേസ് ലൈനും പിന്നെ നമ്മുടെ എല്ലാത്തിനും നമുക്ക് കണക്ഷൻ ഔട്ട്പുട്ട് വരത്തില്ലേ പുറകിൽ, ആ ഔട്ട്പുട്ടിൻ്റെ ഫേസ് ലൈനും തമ്മിലാണ്. ഈ 3ലാണ് നമ്മൾ കൊടുക്കുന്നത്. അതെങ്ങനെ കൊടുക്കുമെന്ന് നോക്കാം. ഇവിടെ NC ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് അതിനർത്ഥം നമുക്ക് റിലേക്ക് നമ്മുടെ റിലേയിൽ കോയിലിൽ പവർ കൊടുക്കാത്ത സമയങ്ങളിൽ NCയും ഈ കോമണുമായിരിക്കും പരസ്പരം കണക്റ്റ് ആയിരിക്കുന്നത്. ഈ റിലേയിൽ കറണ്ട് കൊടുക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ കോയിലിൽ പവർ കൊടുക്കുന്ന സമയത്ത് ഇവ തമ്മിൽ ഡിസ്കണക്റ്റ് ആയിട്ട് NO, അതായത് ഓപ്പണിലും കോമണിലുമായിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ കൊടുക്കേണ്ടത് നമ്മുടെ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട്, അത് നമുക്ക് ഈ NCയിൽ കണക്ട് ചെയ്യുക, അതായത് ഈ NCയിൽ. അതുപോലെ ഈ കോമണിൽ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് പ്ലഗില്ലേ, ഞാൻ കാണിച്ചു തരാം. അതായത് ഈ പ്ലഗിൻ്റെ ഫേസ് ലൈന് എടുത്തിട്ട് ഈ കോമണിൽ കണക്ട് ചെയ്യണം, അതായത് ഈ കോമണിലും കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ NOയ്ക്കകത്ത് നമ്മുടെ KCBയുടെ ഫേസ് ലൈൻ, അതായത് നമ്മുടെ KCBയിൽ നിന്ന് വരുന്ന ആ ഫേസ് ലൈൻ എടുത്ത് NOയിലും കൊടുക്കുക. അപ്പോൾ ഷോർട്ടായിട്ട് പറയുകയാണ്, NCയിൽ നമ്മുടെ ഇൻവെർട്ടറുടെ ഔട്ട്പുട്ട് ഫേസ് ലൈനും കോമണിൽ നമ്മുടെ ആ സ്വിച്ച് ബോർഡ് പ്ലഗ് ഔട്ട്പുട്ട്, നമ്മുടെ ഇൻവെർട്ടറുടെ ഔട്ട്പുട്ടിൻ്റെ ആ ഫേസ് ലൈനും NOയ്ക്കകത്ത് നമ്മുടെ KCBയുടെ ഇൻപുട്ട് ഫേസ് ലൈനും കൊടുക്കുക. ഇത് നമുക്ക് കൊടുത്തിട്ട് ബാക്കി നോക്കാം. നിങ്ങൾക്ക് റിലേയുടെ കാര്യം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ്. NCയിൽ കൊടുക്കേണ്ട വയർ നമ്മുടെ ഇൻവെർട്ടറുടെ ഔട്ട്പുട്ടാണ്. അതായത് ഈ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഈ വയർ നമ്മൾ റിലേയുടെ NC, അതായത് ഇവിടെ നമ്മുടെ ഈ NCയിൽ ഇവിടെ കൊടുക്കുക ആദ്യത്തെ വരി. അടുത്തതായിട്ട് നമുക്ക് കോമൺ ആണ് കൊടുക്കേണ്ടത്. ഈ കോമൺ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ പ്ലഗിൻ്റെ, അതായത് ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന ഒരു ഫേസ് ലൈൻ, ഇത് നമ്മുടെ ഇതിന്ന് വരുന്ന ഈ ഇൻവെർട്ടറുടെ ഔട്ട്പുട്ടിൽ നിന്നോട്ട് പോകുന്ന ഫേസ് ലൈൻ, ഇത് കോമണിൽ കൊടുക്കുക. അതിനുശേഷം നമുക്ക് കൊടുക്കാനുള്ളത് ഇവിടെ NO ആണ്. ഈ NO കൊടുക്കേണ്ടത് നമ്മുടെ ഇൻപുട്ട് വരുന്നുണ്ട്, ഇൻവെർട്ടറോട്ട് ഇൻപുട്ട് വരുന്ന നമ്മുടെ KCBയുടെ ലൈൻ, അതിൻ്റെ ഫേസ് ലൈൻ എടുത്തിട്ട് നമുക്ക് ഇത് അതിൻ്റെ ഫേസാണ്, ഫ്യൂസിൽ നിന്ന് എടുത്തിട്ടുള്ള ഫേസാണ്. അപ്പോൾ ഈ ഫേസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ NOയിലോട്ട് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഒരു കണക്ഷൻ കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെർട്ടറുടെ ഔട്ട്പുട്ടും അതുപോലെ നമ്മുടെ ഈ കോമണിലെ ഇതും നമ്മുടെ ഈ പ്ലഗിൻ്റെ ഇൻപുട്ടും KCBയുടെ ഔട്ട്പുട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിലേ ആണ് നോക്കേണ്ടത്. ഈ റിലേ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഒരു അബദ്ധം ചെയ്തിരുന്നു, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഇൻവെർട്ടറുടെ പോസിറ്റീവ് പോയിന്റ് ഞാൻ നമുക്ക് നേരത്തെ ഒന്ന് സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ഇത് പറഞ്ഞിരുന്നു. അത് കണക്ട് ചെയ്യാൻ പാടില്ല. ഞാനത് മറന്നുപോയി, അതാണ് എനിക്ക് അബദ്ധം പറ്റിയത്. ഇപ്പോൾ ഒരു ലൈറ്റും നമ്മുടെ ഇവിടുത്തെ LED ലൈറ്റും നമ്മുടെ ഈ സ്വിച്ചിൻ്റെ ഒരു ഇതും നമ്മുടെ ഇത് ഇൻവെർട്ടറുടെ പ്ലസ് എന്തെങ്കിലും അത് നേരത്തെ കണക്ട് ചെയ്തിരുന്നു. അതൊന്ന് റിമൂവ് ചെയ്യുക. കാരണം ഇതാണ് നമുക്ക് റിലേയിൽ കൊടുക്കേണ്ട കണക്ഷൻ. അതൊന്ന് റിമൂവ് ചെയ്യണം. നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഒരു ചെറിയ വയർ എടുത്തിട്ടുണ്ട്. ഈ വയർ എന്തിനാണെന്ന് വെച്ചാൽ
നമുക്ക് ഞാനിപ്പോൾ LED ലൈറ്റും നമ്മുടെ അതായത് ഇൻവെർട്ടർ ഓണെന്ന് കാണിക്കാനുള്ള LED ലൈറ്റിൻ്റെ പോസിറ്റീവും നമ്മുടെ സ്വിച്ചിൻ്റെ ഒരു ലൈനും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം റിലേയിലോട്ട് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം ഈ വയർ, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ജോയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനത് ജോയിൻറ്റ് ചെയ്ത് ഒരു സിംഗിൾ വയറായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വയറും അതായത് ഈ വയറും നമ്മുടെ ഇൻവെർട്ടറുടെ പോസിറ്റീവ് വയറിൽ ഒന്ന് കണക്ട് ചെയ്ത് ഇപ്പോൾ ഡിസ്കണക്ട് ചെയ്ത്, അതായത് ഇതും ഈ വയറും ഈ രണ്ട് വയറും തമ്മിലാണ് റിലേയിലോട്ട് കൊടുക്കേണ്ടത്. നേരത്തെ നമ്മളിത് ജോയിൻ ചെയ്ത് വെച്ചിരുന്നു, അതൊന്ന് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഇതിന് റിലേയിലോട്ട് വേണം കൊടുക്കാനായിട്ട്. റിലേയിൽ കൊടുക്കേണ്ട കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വീണ്ടും നമുക്ക് ഇതിനകത്ത് എന്നോട് ആവശ്യം വരുന്നില്ല, നമുക്ക് NCയും Cയും മാത്രമേ വരുന്നുള്ളൂ രണ്ടാമത്തെ റിലേയിൽ. അപ്പോൾ ഇൻവെർട്ടറുടെ ഏതെങ്കിലും ഒരു കണക്ഷൻ, അതായത് ഇൻവെർട്ടറുടെ കണക്ഷൻ ഇപ്പോൾ നമുക്ക് NCയിലും ഈ സ്വിച്ചിൽ നിന്ന് വരുന്ന കണക്ഷൻ കോമണിലും കൊടുക്കാം. മാറിക്കൊടുത്താലും കുഴപ്പമില്ല, എങ്കിലിപ്പോൾ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇൻവെർട്ടറുടെ ഇൻപുട്ട് പോസിറ്റീവും ഇത് നമ്മുടെ സ്വിച്ചിൽ നിന്ന് വരുന്ന കണക്ഷൻ. അതുപോലെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലത്തെ 3 കണക്ഷൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിലേയുടെ വർക്ക് കൂടെ കഴിഞ്ഞു. ഇനി റിലേയിൽ നമുക്ക് ഇൻപുട്ട് നമ്മുടെ ചാർജ് കൊടുക്കണം, കാരണം റിലേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് DC കറണ്ട് ആവശ്യമാണ്. അതിന് നമ്മുടെ DC പവർ സപ്ലൈ എന്നാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് പവർ സപ്ലൈ കണക്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം വർക്കും കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ DC പവർ സപ്ലൈ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇപ്പോൾ ഇവിടെ നമ്മുടെ KCBന്ന് വരുന്ന ഫേസ് ന്യൂട്രലും കൊടുക്കണം. ഇവിടെ നമ്മുടെ ഈ റിലേക്ക് ആവശ്യമായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷൻസ് കൊടുക്കണം. ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്കിവിടെ കൊടുക്കാനുള്ളത് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് KCB ലൈനിൽ നിന്ന് വരുന്ന ഫേസും ന്യൂട്രലാണ്. നമ്മൾ നേരത്തെ ഇത് ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ കൊടുക്കുക. ഇവിടെ രണ്ടിലും ഈ ഭാഗത്ത് നമ്മുടെ റിലേയിൽ നിന്ന് വരുന്ന 2 കണക്ഷൻസ് നിങ്ങൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാനിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഈ കണക്ഷൻസ് ഇത് രണ്ടും റിലേയുടെ കോയിലിൽ പവർ കൊടുക്കാനുള്ള കണക്ഷനായിരുന്നു. ഇത് രണ്ടും നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഞാനത് കണക്ട് ചെയ്ത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാം KCBയുടെ ഇൻപുട്ടും നമ്മുടെ റിലേയുടെ ഔട്ട്പുട്ട്, അതായത് പോസിറ്റീവ് നെഗറ്റീവും കൊടുത്തിട്ടുണ്ട് റിലേയിലോട്ട്. ഇത്രയായിരുന്നു നമ്മുടെ ഇൻവെർട്ടറുടെ വർക്ക്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇത് വർക്കിംഗ് ആണോ അല്ലയോ എന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ നിങ്ങൾക്ക് ബാറ്ററി കണക്ഷൻ ഒരു 7H ഇതൊരു ബാക്കപ്പ് കുറഞ്ഞൊരു ബാറ്ററിയാണ്. ഇത് കഴിഞ്ഞ വീഡിയോയുള്ളത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ബാറ്ററി. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടറുടെ ഹോൾഡറിലോട്ട് ഞാനൊരു ബൾബ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് ഇവിടെ ഉണ്ട്, എങ്കിലും ഞാൻ ഹോൾഡറിൽ ഒരു ബൾബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻവെർട്ടർ ഓഫ് ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ KCBയുടെ കണക്ഷനും ഓഫാണ് കാണുക. ഇപ്പോൾ ഞാൻ ഇൻവെർട്ടറുടെ സ്വിച്ച് ഒന്ന് ഓൺ ആക്കുകയാണ്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കാണാം ലൈറ്റ് തെളിയുന്നത് കാണാം നിങ്ങൾക്ക്. ഞാനിപ്പോൾ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആവും. അതായത് നമ്മുടെ ഇൻവെർട്ടർ ഇപ്പോൾ വർക്കിംഗ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് KCBയുടെ കറണ്ട് ഓൺ ചെയ്ത് നോക്കാം, എങ്ങനെയാണത് വർക്കാണോ. ഇവിടെ ഞാൻ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നമ്മുടെ KCBയുടെ ലൈനിലാണ് വർക്കാവുന്നത്. ഇപ്പോൾ ഞാൻ ഇൻവെർട്ടർ ഓഫാണ്. അതായത് ഇൻവെർട്ടർ ഓഫ് ആയതിൻ്റെ ആ സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ ഒന്നും കത്തുന്നില്ല. ഇൻവെർട്ടർ ഓഫാണ്. ഇൻവെർട്ടർ ഓഫ് ആകുമ്പോൾ ഞാനിപ്പോൾ KCBയുടെ ലൈൻ ഓഫ് ചെയ്താലും ഇത് ഓഫാവും. ഇപ്പം ഞാൻ KCBയുടെ ലൈൻ ഓൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെർട്ടറുടെ ഈ സ്വിച്ച് കൂടെ ഒന്ന് ഓൺ ആക്കുക. ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഇൻഡിക്കേഷൻ വന്നു, അതായത് ഇൻവെർട്ടർ ഓൺ ആണ്. ഇപ്പോൾ ഇൻവെർട്ടർ ഓൺ ആണ്. നമുക്കിനി ഇത് നോക്കാം, സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിച്ചതെന്നാണ്. സ്വിച്ച് ഓഫ് ആകുമ്പോൾ അതിൻ്റെ കണക്ഷൻ പോവുകയും നമ്മുടെ ഇൻവെർട്ടറുടെ ബാക്കപ്പ് ഓൺ ആവുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ സ്വിച്ച് ഓഫാണ്, സ്വിച്ച് ഓൺ അല്ല. പകരം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഇതിപ്പോൾ നമുക്ക് വർക്കിംഗ് ആണെന്ന് മനസ്സിലാക്കാം. സോ ഇപ്പോൾ ഇത് വർക്കിംഗ് ആണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഇതിൽ സോളാർ ചാർജിങ് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അതൊന്ന് നമുക്കൊരു സോളാർ പാനലിൽ കണക്ഷനിൽ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ സോളാർ പാനലിന് വേണ്ടിയിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പാനൽ ഇതുവരെ കണക്ട് ചെയ്തിട്ടില്ല. പാനലിൻ്റെ കണക്ഷൻ ഇതായിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ അതിന് മുമ്പ് നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് ഒന്ന് കാണിച്ചു തരാം. ബാറ്ററി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ
27 വോൾട്ടേജ് മാത്രമേ ഇപ്പോൾ ബാറ്ററിക്കകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ സോളാർ കണക്ട് ചെയ്തതിനു ശേഷം ഇതിനെങ്ങനെ വ്യത്യാസമുണ്ടെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ സോളാറുടെ കണക്ഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ചാർജിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഓണായി കിടക്കുന്നത്. സോളാറിൻ്റെ കണക്ഷൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതെൻ്റെ സോളാറിൽ നിന്ന് വരുന്ന കണക്ഷനാണ്. ഞാനിവിടെ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ വെച്ചിരിക്കുന്നത് തമ്മിൽ ഷോർട്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ വെച്ചത്. അത് വീണ്ടും ഊരിപ്പോയി. നിങ്ങൾക്കിപ്പോൾ കാണാം ഞാനിത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇൻഡിക്കേറ്റർ ഉള്ളത്. ഇനി നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയാണെന്ന് നോക്കാം. ഇവിടെ കണ്ടു ഇപ്പോൾ 14 ആയി. നേരത്തെ 10.727 ആയിരുന്നു, അതിപ്പോൾ 14 ആയി. ഇത് പെട്ടെന്ന് 14 ആകും, കാരണം ബാറ്ററി കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് 14 ആയത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ചാർജിങ് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് സോളാറിൽ നിന്ന് വർക്ക് ചെയ്യുന്നതാണ്. കാണാൻ ചാർജിങ് ആണ്. ഞാനിപ്പോൾ ഈ സ്വിച്ച് ഇടുകയാണ്. സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് ലൈറ്റ് കത്തുന്നത് കാണാം. ഇപ്പോൾ ഇവിടെ പക്ഷെ വലിയ വേരിയേഷൻ കാണുന്നില്ല, കാരണം ഇതിപ്പോൾ റെയിനി സീസൺ ആയിരുന്നിട്ട് പോലും ഇപ്പോൾ ഇത് സോളാർ എന്നുള്ള ഇതിൽ നിന്നാണ് ഇപ്പോൾ ഈ ലൈറ്റ് കത്തുന്നത്. നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഞാനിപ്പോൾ ഈ സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ അത് വീണ്ടും 14 വരുന്നു. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു ഇൻവെർട്ടർ എങ്ങനെ നിർമ്മിക്കാമെന്ന്. ഇതിൽ നിന്ന് ഇപ്പോൾ ഔട്ട്പുട്ടായി വരുന്നത് പ്യുവർ സൈൻ വേവ് ആണ്. അതുകൊണ്ട് നമുക്ക് TV പോലത്തെ ഉപകരണങ്ങളൊക്കെ യാതൊരു പേടിയുമില്ലാതെ യൂസ് ചെയ്യാം. ഇതായിരുന്നു ഞാൻ നിങ്ങൾക്ക് അന്ന് ഒരു ഇൻവെർട്ടർ എങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ UPS വെച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഇൻവെർട്ടർ. അതിപ്പോൾ കാണാം നിങ്ങൾക്ക്. ഇത് ഞാനിപ്പോൾ ഒന്ന് കവർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കമ്പ്യൂട്ടർ UPSൻ്റെ ബോർഡാണ് ഇതിനകത്ത് ഇപ്പോൾ ഇരിക്കുന്നത്. നന്നായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്കിംഗ് കണ്ടീഷനിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഞാൻ വീണ്ടും ഈ ഇൻവെർട്ടർ ഒന്നും പുതിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് എവരിവൺ.